ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. അതും അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ നട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു പഞ്ചിനങ്ങട്ട് ഇരിക്കട്ടെ വിചാരിച്ച് കാണിച്ചത്. ആവശ്യമില്ല എന്നല്ല, അതിൻ്റെ റോൾ ഇരിക്കുന്നത് ലാസ്റ്റിലേക്കാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ബ്രെഡാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട്. അത് അതിൻ്റെ ഒരു ഒക്കെ ഒരു ഇത് എന്നൊക്കെ പറയുന്നില്ല ഞാൻ, സോറി. ആ ബ്രെഡിൻ്റെ ഒരു ബ്രൗൺ കളറ് ഷെയ്ഡുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുക. അത് ഫുള്ളായിട്ട് കളയാൻ നോക്കുക. ഇല്ലയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചൊവ മീൻസ് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത് പാടില്ല, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയുന്നത്. പിന്നെ അത് ബ്രെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു ബൗളിലേക്ക് അമുൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ അമുൽ ഫ്രഷ് ക്രീം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, നോട്ട് ദ പോയിൻറ്റ്. അത് കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ആഡ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു ക്രീം ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതേപോലെ ആക്കിയിട്ട് വരാം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും മാക്സിമം സ്കിപ്പ് ചെയ്യരുത്. പുഡിങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡെങ്കിലും ചേർത്തിരിക്കണം. അത് രണ്ടും ഇല്ലാന്ന് വെച്ചാൽ പുഡിങ് അത്രയ്ക്ക് ടേസ്റ്റ് പ്രതീക്ഷിക്കാവോ ഗൈസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഒരു ക്രീം ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ ക്ഷമയുള്ളവർ മാത്രം ഈ പരിപാടിക്ക് ഈ പുഡിങ്ങിൻ്റെ പരിപാടിക്ക് നിന്നാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് മെനകെട്ട പരിപാടിയാണ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നുള്ളത്. ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ ആ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടില്ലേ, ആ ഒരു ബോട്ടിലിന് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു കപ്പിന് ഫുള്ളായിട്ട് ഷുഗർ എടുക്കേണ്ട, അതിൻ്റെ ഒരു പകുതി മതിയാവും. എന്നിട്ട് നല്ലോണം ഷുഗർ ആഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് കസ്റ്റാർഡ് പിന്നെ മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ഒരു തിക്ക് ആയിട്ടുള്ള ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഇളക്കുന്നത് ഇത് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എങ്ങോട്ട് പോകണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അതേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പുഡിംഗ് ട്രേ എടുക്കാം. നല്ല കൗതുകത്തോടെ എന്താണ് പറയണതല്ല നിങ്ങൾ വിചാരിക്കുന്നത്, ഇത് എപ്പോഴെങ്കിലും കറക്കലുള്ളൂ ഗൈസ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞത് ആ ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക. അടുക്കെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ മലപ്പുറംകാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭാഷ കയറി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഉള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഭാഗം, അത് നമ്മൾ ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെയും കൂടി ഒന്ന് ഫില്ലാക്കിയിട്ട് കൊടുക്കുക. ഇല്ലെന്ന് വെച്ചാൽ അതൊരു ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് കഴിക്കാനും ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ ഏടാക്കാൻ വേണ്ടി പോകുന്നത് കസ്റ്റാർഡ് പൗഡർ, മിൽക്കൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു തിക്നെസ് ഓർമ്മല്ലേ, അതന്നെ, അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. മാക്സിമം നന്നായിട്ട് സ്പ്രെഡ് ആക്കുക, കാരണം അത് ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ്, നേരെ ബ്രെഡ് വെക്കുന്നു, പിന്നെയും ഇതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് 2 തവണ ആവർത്തിച്ചാൽ മതി കേട്ടോ, മൊത്തത്തിൽ ആവർത്തിക്കാൻ നിൽക്കണ്ട. ആവർത്തിച്ച് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു നോട്ട് ദ പോയിന്റ് ഓർമ്മയില്ലേ, അതന്നെ, അതിങ്ങോട്ട് ആഡാക്കിയിട്ട് കൊടുക്കുക. നല്ലപോലെ ആഡാക്കണം, എന്നാലേ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പ്രോസസ്സ് ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടില്ലായിരുന്നു, ആ ആളെ നമ്മൾ ലാസ്റ്റിക്കായിരുന്നു കേട്ടോ വെച്ചത്. അത് ആൽമണ്ടും പിന്നെ പിസ്തയായിരുന്നു. ആൽമണ്ടിനും പിസ്തയും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത്. ക്രഷ് ചെയ്തിട്ട് ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഒരു മൊഞ്ച് കിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടത്. ഇത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു മെനകെട്ട പരിപാടിയാണ്. ഞാൻ കുറച്ച് ടൈമൊന്നുമല്ല ടൈമിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ നമുക്ക് ഡെക്കറേഷനൊക്കെ ഒന്നും കൂടി ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മളെ ഐഡിയക്കൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഘട്ടമാണ് ഇനി വരുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഗൈസ്. ഐഷ് എന്താണല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു വര ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. അത്രയും സോഫ്റ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് പാത്രം എടുക്കുന്നു, കഴിക്കുന്നു. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ആ നോട്ട് ദ പോയിൻറ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്. ടാറ്റാ.